നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക്. കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് 10 ഉപാധികളോടെ. പുറത്തിറങ്ങിയാലുടൻ ED ചോദ്യം ചെയ്തേക്കും. പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാമെന്ന കണക്കുകൂട്ടലിൽ ED. തന്ത്രിയുടെ റിമാൻഡ് വീണ്ടും നീട്ടി. പ്രകടനം നടത്തിയ ആളെ മാമുക്കോയ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി മുഖമടച്ചൊന്ന് കൊടുത്ത് പറയുന്നുണ്ട്, ഇമാതിരി സമയത്തല്ല ഇതുപോലുള്ള വർത്താനം പറയേണ്ടത് എന്ന്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഏറ്റുമുട്ടി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ. ചർച്ചയില്ലാതെ ധനവിനിയോഗ ബില്ല് പാസാക്കി സഭ പിരിഞ്ഞു. ശബരിമലയിലെ സ്വർണം വിറ്റത് കേരളത്തിന് പുറത്തെന്ന് VD സതീശൻ. പോറ്റി പുറത്തിറങ്ങുന്നതോടെ തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ്. ഇതിനുള്ള റിമാൻഡിൽ വിടുന്നത് എന്തിനാ? 2 കാര്യത്തിനാണ്. ഒന്ന്, പുറത്തിറങ്ങി അവർ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ. 2, അവർക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത്. ആ ലക്ഷ്യമെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ഉൾക്കൊണ്ടേണ്ട് കേരളത്തിന്. ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നീക്കം. NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാമെന്ന് മന്ത്രി V ശിവൻകുട്ടി. നിയമസഭയിൽ പ്രത്യേക പ്രസ്താവന നടത്തി വിദ്യാഭ്യാസ മന്ത്രി. പ്രസ്താവന ചട്ടം 300 പ്രകാരം. മുഖംമിനുക്കി വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത് പുതിയ കേന്ദ്ര ചട്ടപ്രകാരം. സമസ്ത വിഭാഗത്തിലെ ഉമർ ഫൈസി മുക്കം ബോർഡിൽ ചെയർമാനായി MK സക്കീർ തുടരും. 2 അമുസ്ലിങ്ങളുടെ ഒഴിവ് പിന്നീട് നികത്തും. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. നടുത്തളത്തിൽ പ്ലക്കാർഡുകളുമായി പ്രതിപക്ഷം. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദിപ്രമേയം പാസാക്കി. ലോക്സഭ 2 തവണ നിർത്തിവെച്ചു. രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് രാജ്യസഭയിൽ ബഹളം. പ്രധാനമന്ത്രി 5 മണിക്ക് രാജ്യസഭയിൽ സംസാരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. അതേസമയം തന്ത്രിയെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി സുധീഷ് കുമാർ ചേരുന്നു. സുധീഷ്, സൂചിപ്പിച്ച പോലെ തന്നെ 90 ദിവസം പിന്നിട്ടിട്ടും കുറ്റപത്രം SIT സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് 2 കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചതോടെ ജയിൽ മോചിതനാകുന്നത്. Audio check. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. 2 കേസുകളിലും ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. 2 കേസുകളിലും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇനി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കി ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം തന്ത്രിയെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. സുധീഷ് കുമാർ ചേരുന്നുണ്ട്. സുധീഷ്, സൂചിപ്പിച്ച പോലെ തന്നെ 90 ദിവസം പിന്നിട്ടിട്ടും SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുങ്ങിയത്. നേരത്തെ തന്നെ ദ്വാരപാലക ശില്പ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിച്ചിരുന്നു. ഇത് 2ാമത്തെ കേസിലാണ്. കട്ടിളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചതോടെ ഈ കേസിലെ മുഖ്യപ്രതിയാണ് പുറത്തേക്കിറങ്ങുന്നത്. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതികൾ, അതായത് പ്രധാനപ്പെട്ട പ്രതികളെല്ലാം ഓരോരുത്തരായി പുറത്തേക്കിറങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. തീർച്ചയായിട്ടും അമ്പിളി, അങ്ങനെ തന്നെയാണ്. കാരണം സ്വാഭാവികമായി ജാമ്യം ലഭിച്ച് കോടതിക്ക് പുറത്തേക്ക് പ്രതികൾ അല്ലെങ്കിൽ ജയിലിന് പുറത്തേക്ക് പ്രതികൾ ഇറങ്ങുമ്പോൾ കോടതിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. കോടതി ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഉൾപ്പെടെയുള്ള വിമർശനം നടത്തിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനെ എന്തുകൊണ്ട് 90 ദിവസം പൂർത്തിയാക്കിയതിനു ശേഷവും ഈ പ്രതികളുടെ മേൽ കുറ്റപത്രം അല്ലെങ്കിൽ ഇടക്കാല കുറ്റപത്രം പോലും എന്തുകൊണ്ട് സമർപ്പിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനം ഹൈക്കോടതി ഉൾപ്പെടെ ഉന്നയിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ മുഖ്യപ്രതി, ഈ 2 കേസുകളിലെയും 1ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. കാരണം ഈ ഒരു ശബരിമല കൊള്ള കൃത്യമായി നടക്കുന്നത് ഉണ്ണികൃഷ്ണൻ
പോറ്റിയുടെ അറിവോടും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢാലോചന അതിൻ്റെ പ്രധാന പങ്കുവഹിച്ച ഒരു വ്യക്തി കൂടി എന്ന തരത്തിൽ SIT കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നാം പ്രതിയാക്കി SIT സംഘം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ എന്തുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് എന്നതിനെ ഒരു വിമർശനത്തോടു കൂടിയാണ് രാഷ്ട്രീയവും ഇപ്പോൾ നിയമവിദഗ്ധരുമൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതും നോക്കിക്കാണുന്നതും. പക്ഷേ ഇക്കാര്യങ്ങളിലൊക്കെ കോടതിക്ക് പറയാനുള്ളത്, കോടതി ഇവരുടെയൊക്കെ ജാമ്യ ഹർജി മുൻപും പരിഗണിച്ചിരുന്നു. പക്ഷേ ആ സമയങ്ങളിലൊന്നും ജാമ്യം നൽകാതിരുന്ന കൊല്ലം വിജിലൻസ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ഒരു നടപടിക്രമങ്ങളിലേക്കായിരുന്നു കോടതിയും മുന്നോട്ട് നീങ്ങിയിരുന്നത്. പക്ഷേ 90 ദിവസം കഴിയുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാതെ ഏതൊരു പ്രതിക്കും ഏതൊരു കേസിലും സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നൊരു സാഹചര്യത്തിൽ കോടതിക്ക് ഇവർക്ക് ജാമ്യം നൽകിയേ പറ്റൂ എന്നൊരു സാഹചര്യം എത്തിയിരിക്കുന്നു. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചില നിയന്ത്രണങ്ങളോടുകൂടിയാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ വീതമുള്ള 2 ആൾ ജാമ്യം ഉണ്ടാകണം. പിന്നെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുത്, ഒപ്പം തന്നെ കേരളത്തിന് പുറത്തു പോകരുത് തുടങ്ങിയ ഒരു നിർദ്ദേശങ്ങൾ ഒക്കെ വെച്ചുകൊണ്ടാണ് കർശന ഉപാധികളോടുകൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേസിലെ 4 പ്രതികൾ, നേരത്തെ മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവർ ഇത്തരത്തിൽ ഉപാധികളോടെ അല്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ച ജയിലിന് ഇറങ്ങിയിരുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഒരു സ്വാഭാവിക ജാമ്യത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ദ്വാരപാലക ശില്പക്കേസിൽ ആദ്യം ജാമ്യം ലഭിച്ചു. ഇപ്പോൾ കട്ടിളപ്പാളി കേസിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിലിന് പുറത്തേക്ക് ഇറങ്ങും. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ട തന്ത്രിയുടെ റിമാൻഡ് അത് 14 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, മറ്റ് പ്രതികൾ, ഇപ്പോൾ ജയിലിനുള്ളിൽ കഴിയുന്ന മറ്റു പ്രതികളും ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി വിജിലൻസ് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ജാമ്യ ഹർജി പല ദിവസങ്ങളായി ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ 90 ദിവസം റിമാൻഡ് കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവരുടെയൊക്കെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. ഒപ്പം ഇവർക്കൊക്കെ സ്വാഭാവിക ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ കേസ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നീങ്ങുന്നു എന്നൊരു വസ്തുതയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കേസിലെ മുഖ്യപ്രതിയാണ്. ശബരിമല സ്വർണ്ണ കേസിലെ മുഖ്യപ്രതി, മുഖ്യ ഗൂഢാലോചകൻ അദ്ദേഹമാണ് ഇപ്പോൾ ഈ കേസിൽ സ്വാഭാവിക ജാമ്യത്തോടു കൂടി ജയിലിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ശരി, ശബരിമല സ്വർണ്ണ കേസിലെ ഒന്നാം പ്രതി മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ ജയിൽ മോചിതനാകും. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനാകുന്നതോടുകൂടി തന്നെ EDയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ തന്ത്രിയെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് കുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുന്നതോടെ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്വർണം വിറ്റത് കേരളത്തിന് പുറത്തെന്ന് പ്രതിപക്ഷ നേതാവ്. അതിനാലുള്ള റിമാൻഡിൽ വിടുന്നത് എന്തിനാ? 2 കാര്യത്തിനാണ്. ഒന്ന്, പുറത്തിറങ്ങി അവർ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ. 2, അവർക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നിട്ടാണ് പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത്. അപ്പം ആ ലക്ഷ്യമെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ഞങ്ങൾക്ക് ഉൾക്കണ്ടേണ്ട്, കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കണ്ടേണ്ട്. ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിൽ ആരുമില്ലാതെ എത്രയോ കേസുകൾ ഇങ്ങനെ തീരുന്നുണ്ട് തെളിവില്ലാതെ. അതുപോലെ തീരേണ്ട ഒരു കേസാണോ അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസ്? സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങി. മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ജാമ്യം നേടി പുറത്തിറങ്ങിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യും. ജാമ്യം ലഭിച്ചാലുടൻ പോറ്റിക്ക് സമൻസ് അയക്കും. പോറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാമെന്നാണ് EDയുടെ കണക്കുകൂട്ടൽ. അതേസമയം SITയുടെ പ്രതിപട്ടികയിലുള്ളവർക്ക് പുറമെ ചിലരിലേക്ക് കൂടി ED അന്വേഷണം എത്തിയേക്കും. പത്തനംതിട്ട തിരുവല്ല നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് ബാങ്കിൽ ED റെയ്ഡ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതി തന്ത്രി കണ്ഠര് രാജീവര് 2.5 കോടി രൂപ നിക്ഷേപിച്ചുവെന്നും ആന്റണി MP ഈ പണം പിൻവലിച്ചു എന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ED റെയ്ഡ്. ബാങ്ക് ഉടമ NM രാജുവിന്റെ വീട്ടിലടക്കമാണ് പരിശോധന. ഇതേ ബാങ്കിൽ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ED കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചി, കോഴിക്കോട് യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയ്ക്കകത്ത് ഇന്നും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി. പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. നടപടികൾ വേഗത്തിലാക്കി സഭ പിരിഞ്ഞു. ചർച്ചയില്ലാതെ ധനവിനിയോഗ ബില്ല് പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. ബാനറുകൾ ഉയർത്തിയാണ് ഭരണപക്ഷവും പുറത്തേക്ക് വന്നത്.
SIT അന്വേഷണത്തിൽ ഗുരുതര വീഴ്ചയെന്നും സമരം കൂടുതൽ കടുപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്കകത്ത് പറഞ്ഞു. പുറത്തിറങ്ങുന്ന പ്രതികൾ തെളിവ് നശിപ്പിക്കുമെന്നും കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോയാൽ CPM നേതാക്കൾ അകത്താകുമെന്നും VD സതീശൻ. നിസ്സഹരിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും SITയുടെ മീതെയുള്ള മുഖ്യമന്ത്രിയുടെയും വകുപ്പിന്റെയും സമ്മർദ്ദം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് നിയമസഭയ്ക്കകത്തും പുറത്തും. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനേക്കാൾ വലിയ രാജാവെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാവമെന്ന് മന്ത്രി MB രാജേഷ്. പോറ്റിയെ കയറ്റിയവർ എല്ലാവരും കോൺഗ്രസിന്റെ പരലോകത്തും ഇഹലോകത്തുമുള്ളവരാണെന്ന് കോൺഗ്രസിന് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഒരവിശ്വാസം പോലും കൊണ്ടുവരാൻ കഴിയാത്തവരാണ് പ്രതിപക്ഷത്തുള്ളവർ. നിരാലംബരായ നിരായുധരായ പ്രതിപക്ഷത്തിന്റെ നാടകമാണ് ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു പ്രതിയും രക്ഷപ്പെടില്ല. ആരാ പറയുന്നത്? ദേവസ്വം ബെഞ്ചാണ് ഈ കേസിന്റെ മുഴുവൻ മോണിറ്ററിംഗ് നടത്തുന്ന, അന്വേഷണം മുഴുവൻ മോണിറ്റർ ചെയ്യുന്ന ദേവസ്വം ബെഞ്ച്. ആ ദേവസ്വം ബെഞ്ചിനും മുകളിലാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നത്. അതാണ് അദ്ദേഹം ധരിക്കുന്നത്. സർ, ഏത് കാലത്താണ് പോറ്റി കയറിയത് എന്ന് ഇന്നലെ പുറത്തു വന്നില്ലേ? പോറ്റി കയറിയത് മരിച്ചുപോയ പരേതനായ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായിരുന്ന കാലത്തല്ലേ? അജയ്ത്തറയിൽ മെമ്പറായിരുന്ന കാലത്തല്ലേ? ഇനി നിങ്ങൾക്ക് ധൈര്യമുണ്ടോ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടാൻ? പോറ്റിയെ കേറ്റിയ ആളുകൾ പരലോകത്തും ഇഹലോകത്തുമായിട്ടുള്ളവരെല്ലാം കോൺഗ്രസുകാരാണ് എന്ന് ഇന്ന് വസ്തുതകൾ സഹിതം പുറത്തു വന്നില്ലേ? 5 കൊല്ലത്തിനിടയിൽ സാർ പ്രധാനപ്പെട്ട ശബരിമല വിഷയം ചർച്ചയ്ക്കെടുക്കാമെന്ന് ഭരണപക്ഷം പറഞ്ഞതാണെന്നും എന്നിട്ടും തയ്യാറാകാത്ത പ്രതിപക്ഷത്തിന്റെ നിലപാട് ദൗർഭാഗ്യകരമാണെന്നും സ്പീക്കർ AN ഷംസീർ. നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഭരണപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുള്ളത്. തടസ്സപ്പെടുത്തലല്ല നിയമസഭയിൽ വേണ്ടത്, സംവാദങ്ങളും ചർച്ചകളുമാണെന്നും സ്പീക്കർ പറഞ്ഞു. 18 അടിയന്തര പ്രമേയങ്ങൾ ചർച്ചക്കെടുത്ത ഈ 15ാമത് കേരള നിയമസഭയ്ക്ക് ഈ ശബരിമലയിലെ വിഷയവും ചർച്ച ചെയ്യുന്നതിന് യാതൊരു മടിയുമില്ല. നിർഭാഗ്യവശാൽ അത്തരമൊരു ചർച്ചയ്ക്ക് പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യം. സ്വാഭാവിക ജാമ്യം ലഭിച്ചതുകൊണ്ട് ഒരു നിയമസഭാ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് കവാടത്തിന് മുന്നിൽ UDF MLA-മാർ പ്രതിഷേധ മാർച്ച് നടത്തി. അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന ബാനർ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. കവാടത്തിൽ നിന്ന് മാർച്ചായാണ് പ്രതിപക്ഷം സഭയ്ക്കകത്തേക്ക് പോയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം മറ്റു പ്രതികളിലേക്ക് പോകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷണത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും ആവർത്തിച്ചു VD സതീശൻ. എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയുമാണ്. ആ പ്രതികൾ CPM-നും സർക്കാരിനും ഏറ്റവും വേണ്ടപ്പെട്ടവരാണെന്നും പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്ക് പുറത്ത് ആരോപിച്ചു. ഞങ്ങൾ പല ദിവസമായി സൂചിപ്പിക്കുന്നത് പോലെ അപകടകരമായ നിലയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം പോവുകയാണ്. എല്ലാ പ്രതികളും പുറത്തിറങ്ങുകയും ഇനിയും അകത്തു പോകേണ്ട പ്രതികൾ പുറത്തു നിൽക്കുകയും ചെയ്യാണ്. അന്വേഷണം, വ്യാപകമായ അന്വേഷണം ബാക്കിയുള്ള പ്രതികളിലേക്ക് കൂടി പോകുന്നില്ല എന്നത് അപകടകരമാണ്. ഭിന്നശേഷി സംവരണത്തിൽ ക്രൈസ്തവ സഭകളെ അനുനയിപ്പിക്കാൻ സർക്കാർ നീക്കം. വിഷയത്തിൽ നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേക പ്രസ്താവന നടത്തി. ചട്ടം 300 പ്രകാരമായിരുന്നു പ്രസ്താവന. NSSന് അനുകൂലമായ വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സർക്കാരും കോടതിയെ സമീപിച്ചിരുന്നുവെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. ഹർജി ഏപ്രിൽ 14 മാറ്റിവെച്ചിട്ടുണ്ട്. അനുകൂല വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. കോടതി നിർദ്ദേശപ്രകാരം സമിതി രൂപീകരിക്കുന്നതടക്കമുള്ള എല്ലാ നടപടികളും സർക്കാർ ചെയ്തു കഴിഞ്ഞുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേസിൽ NSS മാനേജ്മെന്റുകൾ ആവശ്യപ്പെട്ട പ്രകാരം ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്കൂളിൽ മാറ്റിവെച്ചിട്ടുള്ള തസ്തികകൾ ഒഴിച്ച് ബാക്കി എല്ലാ ജനറൽ കാറ്റഗറിയിലെ തസ്തികകളിലേക്ക് നിയമന അംഗീകാരം നൽകണമെന്ന NSSന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2025 മാർച്ച് മാസം 4 വിധി പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി NSSന് മാത്രം ബാധകമാണെന്നും മറ്റുള്ളവർക്ക് അതിന്റെ ആനുകൂല്യം ലഭ്യമല്ല എന്നും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ NSS നൽകിയ വിധി മറ്റുള്ളവർക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് തന്നെ മുകളിൽ പറഞ്ഞ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച സർക്കാർ. കേന്ദ്ര വഖഫ് നിയമപ്രകാരമാണ് പുനഃസംഘടന പൂർത്തിയാക്കിയത്. സമസ്ത വിഭാഗത്തിൽ നിന്നും മുക്കം ഉമർ ഫൈസിയും ബോർഡിലുണ്ട്. നിലവിലുണ്ടായിരുന്ന വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീറിനെ തന്നെയാണ് വീണ്ടും ചെയർമാനാക്കിയത്. മുസ്ലിം ഇതര വിഭാഗത്തിൽ നിന്നുള്ള 2 പ്രതിനിധികളെ ഉടൻ തീരുമാനിക്കുമെന്ന് ഉത്തരവിൽ പറയുന്നു.
സംസ്ഥാനത്ത് വഖഫ് ബോർഡ് ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞ് 1 വർഷം പിന്നിടുമ്പോഴാണ് സർക്കാർ പുനഃസംഘടിപ്പിക്കുന്നത്. കേന്ദ്ര വഖഫ് ഭേദഗതി നിയമ വ്യവസ്ഥയിലെ ആശയക്കുഴപ്പത്തെ തുടർന്നാണ് പുനഃസംഘടന ഇത്രയും വൈകിയത്. ഫെബ്രുവരി 5-നുള്ളിൽ പുനഃസംഘടിപ്പിക്കണമെന്ന ഹൈക്കോടതിയുടെ അന്ത്യശാസനയെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ സർക്കാർ ഉത്തരവിറക്കിയത്. നിലവിലെ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ തന്നെ പദവിയിൽ തുടരും. പുതുതായി 9 അംഗങ്ങളെ ബോർഡിൽ ഉൾപ്പെടുത്തി. ഇതിൽ സമസ്ത മുശവറ അംഗം മുക്കർ ഉമർ ഫൈസിയെ ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമസ്ത വിഭാഗത്തിൽ നിന്നും CPM അനുകൂല നിലപാട് സ്വീകരിക്കുകയും മുഖ്യമന്ത്രിയുമായി അടുപ്പം സൂക്ഷിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഉമർ ഫൈസി. മുസ്ലിം ലീഗിനെതിരെ പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള മുശവറ അംഗം കൂടിയാണ് ഉമർ ഫൈസി മുക്കം. A റഹീം MP, കുഞ്ഞഹമ്മദ്കുട്ടി മാസ്റ്റർ എന്നിവരെയും അംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തു. അതേസമയം വഖഫ് ബോർഡിലെ അമുസ്ലിങ്ങളെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അംഗത്തട്ടിലിറങ്ങുമ്പോൾ വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്തുന്നത് ന്യൂനപക്ഷ വോട്ടുകളെ ബാധിക്കുമെന്ന ആശങ്കയും സർക്കാരിനുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ തുടങ്ങിയ ഉടനെ പ്രതിപക്ഷം ബഹളം വെച്ചു. ഇതേ തുടർന്ന് 12 വരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവെച്ചു. സഭയിൽ പ്രതിപക്ഷ MPമാരുടെ പെരുമാറ്റത്തിൽ ദുഃഖമുണ്ടെന്ന പരാമർശത്തെ തുടർന്നാണ് സ്പീക്കർ ഓം ബിർള സഭാ നടപടികൾ നിർത്തിവെച്ചത്. സഭയിലെ അംഗങ്ങൾ സഭാ മര്യാദകൾ പാലിക്കണമെന്ന് സ്പീക്കർ പറഞ്ഞു. ബുധനാഴ്ച വൈകുന്നേരം പ്രതിപക്ഷ അംഗങ്ങൾ ട്രഷറി ബെഞ്ചുകളിലേക്ക് മാർച്ച് നടത്തിയ രീതി സഭയുടെ അന്തസ്സിനെതിരാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് സഭ നടത്തുന്നത് ബുദ്ധിമുട്ടാണെന്നും സഭ സമ്മേളിച്ച ഉടനെ ഓം ബിർള വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദിപ്രമേയ ഭേദഗതികൾ വോട്ടിനിട്ട് അംഗീകരിച്ചു. 2004-ന് ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദിപ്രമേയം പാസാക്കുന്നത്. രാജ്യസഭയിൽ പ്രതിപക്ഷം ബഹളം വെച്ചു. രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ സംസാരിക്കാൻ അവസരം നിഷേധിച്ചതിലാണ് പ്രതിഷേധം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ രാജ്യസഭയിൽ വിഷയമുന്നയിച്ചു. എന്നാൽ ലോക്സഭയിലെ വിഷയങ്ങൾ രാജ്യസഭയിൽ ഉന്നയിക്കാനാകില്ലെന്നാണ് ഭരണപക്ഷ നിലപാട്. ഇതോടെ പ്രതിപക്ഷം രാജ്യസഭയിൽ പ്രതിഷേധം ശക്തമാക്കി. 5 മണിക്ക് പ്രധാനമന്ത്രി രാജ്യസഭയിൽ സംസാരിക്കും. അതേസമയം സസ്പെൻഷനിലായ 8 MPമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം തുടരുകയാണ്. മാർ ആൻഡ്രൂസ് താഴത്ത് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിയാണെന്ന് അൽമായ മുന്നേറ്റം അതിരൂപതാ സമിതി. ആൻഡ്രൂസ് താഴത്ത്, ജോർജ് ആലഞ്ചേരി എന്നിവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് തന്നെ താഴത്ത് പിതാവ് പറഞ്ഞത് സംഘപരിവാർ നിലപാടാണ്. മതസ്പർദ്ധയുണ്ടാക്കാൻ ഇടയുള്ള പരാമർശങ്ങളിൽ നിന്ന് ബിഷപ്പുമാർ വിട്ടുനിൽക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഔദ്യോഗിക രഹസ്യ വിവരം എന്ന് തോന്നാവുന്ന ഒരു വിവരം വെളിപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മാർ താഴത്ത് CBCIയുടെ പ്രസിഡന്റാണ്, സീറോ മലബാർ സഭയുടെ ഉന്നത സ്ഥാനം വഹിക്കുന്നയാളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് വെളിപ്പെടുത്തുകയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം സീറോ മലബാർ സഭയുടെ അകത്ത് നുഴഞ്ഞു കയറി അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത്. അത് കൃത്യമായൊരു കമ്മ്യൂണൽ റൈവൽറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തിരുവനന്തപുരം കോട്ടൂർ ആനപരിപാലന കേന്ദ്രത്തിൽ ആനയുടെ ചവിട്ടേറ്റ 1-ാം പാപ്പാൻ മരിച്ചു. വെങ്ങാനൂർ സ്വദേശി 25 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് വിഷ്ണുവിനെ ആന ആക്രമിച്ചത്. ഉടനെ ആര്യനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വി കുഞ്ഞികൃഷ്ണന്റേത് പ്രാദേശിക വിഷയം മാത്രമെന്ന് MV ഗോവിന്ദൻ. ഓരോ ദിവസവും കുഞ്ഞികൃഷ്ണന് മറുപടി നൽകാൻ കഴിയില്ല. അതൊരു പ്രാദേശിക വിഷയമാണ്, അത് അവിടെ പരിഹരിക്കും. നിങ്ങൾ കുഞ്ഞികൃഷ്ണനെന്ന് ജപിച്ചോളൂ, തങ്ങൾക്കൊരു ഉത്കണ്ഠയുമില്ലെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പാർട്ടി വ്യക്തമാക്കിയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതിനിപ്പുറം ഒന്നും പറയാനില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഓരോന്നിനും ഓരോ ദിവസം മറുപടി പറയാൻ ഈ ജാതകം ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നത് പരസ്യമായിട്ടൊരു സംവാദത്തിന് വേണമെങ്കിലും അദ്ദേഹം തയ്യാറാണ് ഏത് നേതാക്കളുമായിട്ടും. തയ്യാറുണ്ടോ പാർട്ടിയുടെ ഏതെങ്കിലും നേതാക്കൾ? അദ്ദേഹം പറയുന്നത് കുറെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ്. കൂടുതൽ നേതാക്കളുടെ പയ്യന്നൂരിലെ കൂടുതൽ നേതാക്കളുടെ പേരും ഇന്നലെ പറയുന്നത്. ആയിക്കോട്ടെ. കുഞ്ഞികൃഷ്ണൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയേണ്ടത്.
ലൈംഗിക ആരോപണത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിതയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്ന് വൈകിട്ട് 5 മണിവരെയാണ് കസ്റ്റഡി സമയം. ഷിംജിതയെ പയ്യന്നൂരിലെ ബസ്സിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. 2 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത്. റിമാൻഡ് കാലാവധി കഴിഞ്ഞ് എന്നും നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടു പോവുകയാണെന്നും ഷിംജിതയുടെ അഭിഭാഷകന്റെ വാദം. ഷിംജിതയുടെ ജാമ്യാപേക്ഷ നാളെ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും. അതേസമയം ലൈംഗിക ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും താൻ വെറുതെ ഒന്നും പറയില്ലെന്നും ഷിംജിത പ്രതികരിച്ചു. കോൺഗ്രസ് നേതാവും മുൻ MLAയുമായ M. മുരളി അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 20 വർഷം മാവേലിക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 1991 മുതൽ 2006 വരെ മാവേലിക്കര MLA ആയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ ഉയർന്നു വന്ന നേതാവായിരുന്നു അദ്ദേഹം. KSU സംസ്ഥാന പ്രസിഡന്റായാണ് സജീവ രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത്. മാവേലിക്കര ചെറുകോൽ വൈപ്പുവിളയിൽ പരേതനായ KP മാധവൻപിള്ളയുടെയും VK രാജമ്മയുടെയും മകനായി ജനിച്ച M. മുരളി 1969 KSU അംഗമായാണ് പൊതുപ്രവർത്തന രംഗത്തിലേക്ക് എത്തിയത്. 1972 മുതൽ 77 വരെ KSU ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1978 KSU സംസ്ഥാന വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മുരളി 1979 ജനറൽ സെക്രട്ടറിയും 1980 KSU സംസ്ഥാന പ്രസിഡന്റുമായി. 1982 കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച യുവാക്കളുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് നയിച്ചതോടെ അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിൽ ശ്രദ്ധ നേടി. കളിയിക്കവിളയിൽ നിന്നും വയലാറിലേക്ക് യൂത്ത് കോൺഗ്രസ് പദയാത്രയിലും കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള കേരള മാർച്ചിൻ്റെ സംഘാടകരിലും പ്രധാനിയായിരുന്നു അദ്ദേഹം. 1991 മാവേലിക്കര സീറ്റിൽ CPMൻ്റെ S. ഗോവിന്ദക്കുറുപ്പിനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് തുടർച്ചയായി 4 തവണ മാവേലിക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം 2011 വരെ മാവേലിക്കര MLA ആയിരുന്നു. ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. 2011 കായംകുളം സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾക്ക് അവതരണാനുമതി തേടി പ്രമേയം അവതരിപ്പിച്ചത് മുരളിയായിരുന്നു. MG സർവകലാശാലയുടെ ആദ്യ സെനറ്റ് അംഗവും KSEBയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി അംഗവുമായിരുന്നു. കേരള സംസ്ഥാന ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ബോർഡ് ഡയറക്ടറായും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലയാള സർവകലാശാല എന്ന ആശയവും ആദ്യം സഭയിൽ സ്വകാര്യ ബില്ലായി കൊണ്ടുവന്നത് മുരളിയായിരുന്നു. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മാതൃകയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടാക്കണമെന്ന ആശയമടങ്ങിയ ബില്ലും 2001 മുരളി അവതരിപ്പിച്ചു. KS രമാദേവിയാണ് ഭാര്യ. ഡോക്ടർ മിഥുൻ, മൃദുൽ, മൃണാൾ എന്നിവർ മക്കളാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം നിലവിൽ AICC അംഗമായിരിക്കെയാണ് തൻ്റെ 73-ാം വയസ്സിൽ രാഷ്ട്രീയ കേരളത്തോട് വിട പറയുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ. CPM വിട്ടവർ കോൺഗ്രസിലേക്ക്. തിരുവനന്തപുരം വഞ്ചിയൂരിൽ CPM രക്തസാക്ഷി വിഷ്ണുവിന്റെ സഹോദരൻ വിനോദ് അടക്കം കോൺഗ്രസിൽ അംഗത്വമെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് വിനോദിനെയും സഹപ്രവർത്തകരെയും കോൺഗ്രസിലേക്ക് സ്വീകരിച്ചത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളികൾ കൊച്ചിയിൽ നടക്കുമെന്ന് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള. മത്സരങ്ങൾക്കായി GCDA എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കും. ഡിസംബറിൽ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കി. ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടാണ് കലൂർ സ്റ്റേഡിയം. ഫീസ് കുറയ്ക്കണമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യത്തിൽ സർക്കാരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. കൊച്ചിയിൽ വരുന്നതിനുള്ള ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിനെയാണ് അവർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുപ്രകാരം കളി കൊച്ചിയിൽ നടക്കും. ഏതാണ്ട് എല്ലാ ജോലികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ചിലത് ബാക്കിയുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ കളിക്കാരെല്ലാം അവരുടെ ഫീസെല്ലാം കുറച്ചൊക്കെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ കളികൾ നടക്കണമെന്ന് പറയുന്നു. ഏതാണെങ്കിലും അത് നമ്മൾ അവരുടെ റിക്വസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യും. ഒറ്റ കാര്യമുള്ളൂ, കളി കൊച്ചിയിൽ വരിക എന്നുള്ളതാണ് പ്രയോറിറ്റി. വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് കിരീട പോരാട്ടം. ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. തുടർച്ചയായ 4ാം തവണയാണ് ഡൽഹി ഫൈനൽ യോഗ്യത നേടുന്നത്. വഡോദരയിൽ വൈകിട്ട് 7:30 മുതലാണ് മത്സരം. കഴിഞ്ഞ 3 തവണയും ഡൽഹി കിരീടപ്പോരിൽ തോറ്റിരുന്നു. സ്മൃതി മന്ദാനയുടെ ബംഗളൂരു 2ാം കിരീടത്തിനാണ് ഇന്നിറങ്ങുന്നത്. വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ കാണാം അമൃത ന്യൂസ് യൂട്യൂബിൽ.